ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SDA ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡിഗോ എയർലൈൻസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു വിജ്ഞാപനത്തെക്കുറിച്ചാണ്. ഇതിലേക്ക് വാക്കിംഗ് ഇൻ്റർവ്യൂ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. എയർപോർട്ട് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇൻഡിഗോ കേരള എയർപോർട്ട് പുതിയൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇൻഡിഗോ എയർലൈൻസ് വാക്കിംഗ് ഇൻ്റർവ്യൂ വഴിയാണ് വേരിയസ് വേക്കൻസികളിലേക്ക് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ഓഫീസർ, എക്സിക്യൂട്ടീവ്, കസ്റ്റമർ സർവീസ്, റാമ്പ്, സെക്യൂരിറ്റി, GSE, കാറ്ററിംഗ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വരുന്നത്. ജോബ് ലൊക്കേഷൻ തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചിയാണ് ജോബ് ലൊക്കേഷനായി പറയുന്നത്. സാലറി ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. വാക്കിംഗ് ഇൻ്റർവ്യൂ വഴിയാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഉദയ് സ്യൂട്ട്സ്, ശംഖുമുഖം, തിരുവനന്തപുരം, കേരള 695007 എന്ന സ്ഥലത്താണ്. ഉദയ് സ്യൂട്ട്സിലാണ് ശംഖുമുഖത്ത്, തിരുവനന്തപുരത്താണ് ഉദയ് സ്യൂട്ട്സിൽ ശംഖുമുഖത്താണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും സമയവും പറയുന്നത് 9 ആഗസ്റ്റ് 2022 ആഗസ്റ്റ് 9 വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നത്. രജിസ്ട്രേഷൻ ടൈം പറയുന്നത് 8 മണി മുതൽ 9:30 വരെയാണ് രജിസ്ട്രേഷൻ ടൈം പറഞ്ഞിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ 9:30 വരെ. ഇതിലേക്കുള്ള പ്രായപരിധി 18 മുതൽ 27 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം. മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ പാസ്സാണ് പറയുന്നത്. കൂടാതെ ഡിസൈഡ് ആയിട്ടുള്ള സ്കിൽസ് പറയുന്നുണ്ട്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കസ്റ്റമർ സർവീസ് ആപ്റ്റിറ്റ്യൂഡ്, ഓപ്പൺ ടു വർക്ക്, ഇൻ്റർനാഷണൽ ഷിഫ്റ്റ്, ഏബിൾ ടു വർക്ക് അണ്ടർ പ്രഷറൊക്കെയാണ് പറയുന്നത്. കൂടാതെ എയർപോർട്ട് ഓപ്പറേഷൻ എക്സ്പീരിയൻസ് പ്രിഫേർഡ് ആയിട്ട് പറയുന്നുണ്ട്. വിസിബിളായിട്ടുള്ള ടാറ്റു മാർക്കുകളൊന്നും പാടില്ല എന്നും പറയുന്നുണ്ട്. ഓരോ പോസ്റ്റുകളിലേക്ക് നിർബന്ധമായിട്ട് പറയുന്ന കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. കസ്റ്റമർ സർവീസിലേക്ക് പറയുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ, പ്രീതിപ്പെടുത്തുന്ന പേഴ്സണാലിറ്റിയൊക്കെയാണ്. സെക്യൂരിറ്റിയിലേക്ക് അഡോപ്റ്റബിൾ ടു ഓൾ വെതർ കണ്ടീഷനാണ്. പ്ലേസ് ഓഫ് വർക്ക് ക്യാൻ ബി എയ്തർ അറ്റ് ദ ടെർമിനൽ ഓർ അപ്രോണിലായിരിക്കും എന്നാണ് പറയുന്നത്. ഏതൊരു കണ്ടീഷനിലും ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾ വർക്ക് ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. റാമ്പിലേക്ക് പറയുന്നതും ഇത് തന്നെയാണ്. കസ്റ്റമർ സർവീസിലേക്ക് പറയുന്നത് കസ്റ്റമേഴ്സിനെ നല്ലപോലെ ഡീൽ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. സെക്യൂരിറ്റി ബേസിക് ആയിട്ടുള്ള AVSE സ്ക്രീനർ NCC ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. റാമ്പിലേക്ക് ലോഡ്, ട്രിം ലൈസൻസ് ആവശ്യമാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇനി പറയുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്, ക്യാരി ചെയ്യേണ്ടതാണ്. പാസ്പോർട്ടാണ് പറയുന്നത്. കൂടാതെ പോലീസ് ക്ലിയറൻസ് ലെറ്റർ, പാൻ കാർഡ്, ആധാർ കാർഡ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഏവിയേഷൻ എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ റിലീവിങ് ലെറ്റർ, AEP സറണ്ടർ കോപ്പി, ലേറ്റസ്റ്റ് പേ സ്ലിപ്പൊക്കെ കാണിക്കേണ്ടതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. 9 ആഗസ്റ്റ് 9 ഇൻ്റർവ്യൂ നടക്കുന്നത്. ഉദയ് സ്യൂട്ട്സ് ശംഖുമുഖത്താണ്, തിരുവനന്തപുരത്താണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക. തിരുവനന്തപുരത്തോ കണ്ണൂരോ കൊച്ചിയിലോ കോഴിക്കോടോ ആയിരിക്കും ജോബ് ലൊക്കേഷൻ. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.